ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم ينفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തെ മുഴുവൻ ആളുകളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് കാഹളത്തിലൂടെ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനോട് ഊതാൻ കൽപ്പിക്കുമത്രേ. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി والأرض إلا من شاء الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിർണയ പ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം വായിൽ തുറന്ന കാഹളം ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്റാഫീലിനോട് രണ്ടാമത്തെ ഊത്തൂതാ പറയുമ്പോ, ആ ഊത്തൂതുന്നതിലൂടെ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും നശിക്കുമത്രേ, എല്ലാം കപ്പെടുങ്ങുമത്രേ, എല്ലാവരും മരിച്ചു വീഴുമത്രേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇല്ലാ അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചില വ്യക്തികളൊഴികെ, ചില ആളുകളൊഴികെ. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. അതൊന്നും അറിഞ്ഞോ പറ്റുക. ഖുർആനാണ് ഞാനീ പറയുന്നത്, ഖുർആനാണ് ഓതി വെച്ചത്, ഖുർആനാണ്. സൂറത്ത് സുമറിലെ വാക്യമാണ്, സൂറത്തിലെ സുമറിലെ വ്യക്തമായ ഒരു ആയത്താണ് ഞാൻ ഓതിയത്. അള്ളാഹു ഉദ്ദേശിച്ചതാകുന്ന ചില ആളുകളൊഴികെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും മരണപ്പെടും. അതാണ് അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ. അറിയാൻ താല്പര്യമില്ലേ? ശംസീറ താല്പര്യമില്ലേ? ആരാണവര്? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ശുഹദാക്കളുടെ ആത്മാക്കളൊഴികെ, ഇസ്റാഫീൽ അലൈഹിസ്സലാം ഒഴികെ, മീകായിൽ അലൈഹിസ്സലാം ഒഴികെ, ജിബ്രീൽ അലൈഹിസ്സലാം ഒഴികെ, ആനായ ഇസ്റായീൽ അലൈഹിസ്സലാമും ഒഴികെ. ഇത്ര ആളുകളൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും വഫാത്താവും, മരണപ്പെട്ടു പോകും. എല്ലാവരും മരണപ്പെട്ടു പോകും, ഇവരൊഴികെ. വേറൊരു റിവായത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ അർശിനെ ചുമക്കുന്നതാകുന്ന മലായികത്തുകളൊഴികെ, അല്ലാഹുവിനെ അർശിനെ ചുമക്കുന്ന മലായികത്തുകളൊഴികെ. അപ്പൊ ഇവരൊക്കെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും മരണപ്പെട്ടു പോകും. ശുഹദാക്കളുടെ ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്നതാകുന്ന മലക്കുകളെ അള്ളാഹു വഫാത്താക്കും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും. അള്ളാന്റെ റസൂല് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അവസാനം മരിക്കുക, അതല്ല അസ്റായീലാണ് അവസാനം മരിക്കുക. ഇമാമിക്കളുടെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അവസാനം മരിക്കുക എന്ന ഐക്യകണ്ഠേന പണ്ഡിതന്മാരൊരു ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അള്ളാഹു പറയുന്നു, മുത്തിയാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും ഈ ലോകത്ത് നിന്ന് വിട പറയണേ. എല്ലാ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചിരുന്നതായ ജിബ്രീല് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്താകുന്ന അതിൽപ്പെട്ടതാകുന്ന മീകായിലിനോട് പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ, നീയും മരിക്കൽ അനിവാര്യമാണെന്ന് മീകായിൽ അലൈഹിസ്സലാമിനോട് പറയുമ്പോ മീകായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാണ്. വീണ്ടും അല്ലാഹു പറയുമത്രേ, മുത്തിയാ ഇസ്റാഫീൽ,
ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും മരിപ്പിച്ച് വഫാത്താക്കി കളഞ്ഞ അല്ലയോ ഇസ്രാഫീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിച്ചേ പറ്റൂ. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും അല്ലാഹു മരിപ്പിക്കുകയത്രേ, മരിപ്പിക്കുകയത്രേ. മുത്തിയാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അസ്റായീലിനോട് ചോദിക്കുമത്രേ, ആരാണിനി ബാക്കിയുള്ളത്, ആരാണിനി അവശേഷിക്കുന്നത്? അസ്റായീൽ അലൈഹിസ്സലാം ഉടനെ പറയുമത്രേ, അബ്ദുകൽ ഫാനി, അബ്ദുകൽ ഫാനി. അല്ലാഹുവേ, നിന്റെ നശിക്കാനുള്ള അടിമയാണ്, നശിക്കാനുള്ള അടിമയാണ് പടച്ച റബ്ബേ. ഈ നശിക്കാനുള്ള അടിമ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് റബ്ബേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാമിനും കാര്യം വ്യക്തമായി. ഈ ലോകത്ത് നിന്ന് ഞാനും വിട പറയേണ്ടി വരുമെന്നുള്ള കാര്യം വ്യക്തമായ രീതിയിൽ തിരിച്ചറിയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ. അല്ലയോ അസ്റായീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമത്രേ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കേൾക്കുമ്പോ ഫയദ്ഹബു ഇലാ മൗദിഇൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതാകുന്ന ഒരു പ്രവിശ്യയിലേക്ക് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമത്രേ. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറപ്പെടുവിക്കുമത്രേ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആത്മാവിനെ പുറപ്പെടുവിക്കുമത്രേ. അസ്റായീൽ അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറയുമത്രേ, യാ മോമിനീങ്ങളാകുന്ന ആളുകളുടെ ആത്മാവിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് റബ്ബേ, മോശപ്പെട്ട ആളുകളുടെയും ആത്മാവിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് റബ്ബേ, ഈ ലോകത്തുള്ള സർവ്വസൃഷ്ടികളുടെയും ആത്മാവിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് അല്ലാ. ഇത്രത്തോളം വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇത്രത്തോളം വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ റബ്ബേ, ഇന്നീ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി ലാ യൻസിഉ അർവാഹൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ ഞാൻ ഊരിയെടുക്കൂലായിരുന്നു റബ്ബേ, ഞാൻ വലിച്ചെടുക്കൂലായിരുന്നു റബ്ബേ, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ ഞാൻ പുറപ്പെടുവിക്കില്ലായിരുന്നു റബ്ബേ, ഇല്ലാ ബിർഫഖി, വളരെ മയത്തോടു കൂടിയല്ലാതെ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറയുമത്രേ. ഫയസീഹു സൈഹതാ, ഫയസീഹു സൈഹതാ, വല്ലാത്തൊരട്ടഹാസമായിരിക്കും, വല്ലാത്തൊരട്ടഹാസമായിരിക്കും അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ തന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്ത് ഉണ്ടാകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി മനസ്സിലാക്കിക്കോളി. റൂഹ് പിരിയുന്ന സമയത്തുള്ള വേദന, റൂഹ് പിരിയുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസം. അതുകൊണ്ടല്ലേ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇഹ്യാ ഉലൂമുദ്ദീനുള്ള രേഖപ്പെടുത്തിയത് ലോകം കണ്ട ഏറ്റവും വലിയ സൂഫിസ ഗ്രന്ഥം ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ കാദൽ ഇഹ്യാ വ യകൂന ഖുർആന, ഖുർആനിനോട് തത്തുല്യമാകുന്ന ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളോട് അടുത്തുപോയി ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. പറഞ്ഞാൽ എത്രത്തോളം തത്വജ്ഞാനങ്ങൾ അടങ്ങിയതാകുന്ന ഗ്രന്ഥമാണ്, ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലൂടെ ഗസ്സാലി ഇമാം പറയുന്നു, മരണത്തിന്റെ വേദനയെങ്ങാണം ഒരു കൊടുമുടിയുടെ മുകളിലേക്ക് വെച്ചാൽ ആ കൊടുമുടി ഉടനെ തന്നെ ധൂളിയായി. ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത്. ആ എവറസ്റ്റിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോയി ഈ മരണത്തിന്റെ വേദന വെച്ചാൽ ആ മരണത്തിന്റെ വേദന നിമിത്തമായിട്ട് അത് ധൂളിയായി പോവും, പാറിക്കളിക്കുന്നതാകുന്ന ചെറിയ പൊടിപടലങ്ങളെ പോലെയാകും. ആര് പറയുന്നു? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി. മരണത്തിന്റെ വേദന അത്രമാത്രമാണ്, മരണത്തിന്റെ വേദന അത്രമാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല